GT എഡ്യൂക്കേഷൻ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണത്. നമ്മളെല്ലാവരും മാത്സിന്റെ പരീക്ഷകൾക്ക് എഴുതിയിട്ടുള്ളവരാണ്, എഴുതാൻ പോകുന്നവരാണ് പബ്ലിക് എക്സാം. അപ്പോൾ മാത്സിന് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു 3-4 മാത്സ് പരീക്ഷയിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട 3-4 കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത്. CBSEക്കും ICSEക്കും സ്റ്റേറ്റിനും എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ്. അതുപോലെ കോമ്പറ്റീവ് എക്സാമിനേഷൻസിനും ഈ ടെക്നിക്ക് ഉപയോഗിക്കണം. ഫസ്റ്റ് ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം. മാത്സിൽ വരുന്ന 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് കുറച്ച് സമയമെടുക്കും. 1 വേർഡിന് വേണ്ടി നിങ്ങൾ ഭൂരിഭാഗം സമയം ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 3 മാർക്സിന് 5 മാർക്സിന് 2 മാർക്സിന് ക്വസ്റ്റ്യൻ എഴുതാനുള്ള സമയം കുറയും. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്സിന് നോക്കുമ്പോൾ എത്ര 1 വേർഡ് ഉണ്ടെന്ന് നോക്കും. അപ്പോൾ CBSE ICSE ഒക്കെ ആണെങ്കിൽ 21 വേർഡ്സ് ആണ് വരുന്നത്. സ്റ്റേറ്റ് ആണെങ്കിലും ഏകദേശം 10 to 20 വരുന്നുണ്ട്. ഈ 20 അല്ലെങ്കിൽ 10 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അത്യാവശ്യം ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് നന്നായിട്ട് അറിയുന്നത് മാത്രം ആദ്യം ചെയ്യുക, അല്ലാത്തത് നമ്പർ ഇട്ട് അടുത്തതിലേക്ക് പോകുക. ഭൂരിഭാഗം കുട്ടികളുടെ പ്രത്യേകത ആ ഒരു ക്വസ്റ്റ്യനുമ്പോൾ തന്നെ പിടിച്ചിരുന്ന് കണ്ടമാനം സമയം കളയും. ലാസ്റ്റ് സമയം കിട്ടാതെ വരും, ടെൻഷനാവും, ആൻസർ എഴുതുന്നതിലേക്ക് തെറ്റ് വരും. അപ്പോൾ ഈ ഒരു കാര്യം ഓർക്കുക. ഈ രണ്ടാമത് 2, 3, 5 മാർക്സ് ക്വസ്റ്റ്യനും അത്യാവശ്യം ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവായിരിക്കും. നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ തന്നെ വരണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഡിജിറ്റ്സ് മാറിയായിരിക്കും വരെ, ചിലപ്പോൾ അതേ മോഡൽ ക്വസ്റ്റ്യൻ ആയിരിക്കും, ചിലപ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണെങ്കിലും ക്വസ്റ്റ്യൻ ആദ്യം നന്നായിട്ട് വായിക്കുക, എന്താണ് കണ്ടെത്തേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. കൃത്യമായിട്ട് അറിയുന്നുണ്ടെങ്കിൽ മാത്രം ആ ക്വസ്റ്റ്യൻ ചെയ്യുകയില്ലെങ്കിൽ അത് വിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് പറയുന്നത്, ആദ്യത്തെ നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് നന്നായിട്ട് അറിയുന്ന ക്വസ്റ്റ്യൻ മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. അത് മാത്രമല്ല നോക്കുന്ന ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഇടുന്നതെല്ലാം ശരി ഉത്തരങ്ങളായിരിക്കും. പിന്നെ അതിനുശേഷം നമുക്ക് കൃത്യമായിട്ട് അറിയാത്ത ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് റിസർച്ച് ചെയ്യാനായിട്ട് നമുക്ക് സമയം ചെലവഴിക്കാൻ നമുക്ക് ആവശ്യ സമയം ഉണ്ടാവും. പിന്നെ അടുത്തൊരു കാര്യം വർക്കിംഗ് കോളം കീപ്പ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ കാൽക്കുലേഷൻസും ചെയ്യേണ്ടത് വർക്കിംഗ് കോളത്തിലായിരിക്കണം. അതായത് ക്വസ്റ്റിന് നേരെയുള്ളത് അതുപോലെ തന്നെ ചെയ്യണേ അത്രയും നല്ലത്. റൈറ്റ് ലെജിബിളി ആൻഡ് നീറ്റ്ലി. പ്രത്യേകിച്ച് നമുക്ക് എഴുതാൻ നമ്മൾ അക്ഷരങ്ങൾ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 4 അതുപോലെ 2 ഇത് 5 ഒക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ വെറുതെ റാൻഡം ആയിട്ട് അത് കൃത്യമായിട്ട് തന്നെ അത് ചെയ്യുക. കാരണം ചിലപ്പോൾ നമുക്ക് തന്നെ എഴുതിയ ആൾക്കാർക്ക് തന്നെ ഇത് ബുദ്ധിമുട്ടുണ്ടാവും. ഏതാണ് ലെറ്റർ അല്ലെങ്കിൽ ഡിജിറ്റ് മാറിപ്പോയാൽ കണക്ക് തെറ്റും. അത് നെഗറ്റീവ് പോസിറ്റീവ് ഉപയോഗിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക. സീറോസ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. മൾട്ടിപ്ലിക്കേഷൻ ശ്രദ്ധിക്കുക. നമ്മുടെ മനസ്സിൽ കൂട്ടിയാലും നമ്മൾ വർക്കിംഗ് കോളത്തിൽ ഒന്ന് ചെയ്ത് നോക്കുക. ചിലപ്പോൾ നമ്മൾ മനസ്സിൽ ചിലപ്പോൾ നമ്മൾ ചെയ്ത കണക്കുകൾ പെട്ടെന്ന് നമ്മുടെ ബൈഹാർട്ട് പോലെ നമുക്ക് അല്ലെങ്കിൽ കാൽക്കുലേഷൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിലും ചിലപ്പോൾ ആക്ച്വലി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ ഡിഫറൻ്റ് ആയിരിക്കാം. അപ്പോൾ നല്ലൊരു ശ്രദ്ധയോടുകൂടി വേണം മാത്സ് പരീക്ഷ എഴുതാൻ. മാത്സ് ഈസ് എ ഗെയിം ഓഫ് കോൺഫിഡൻസ് ആൻഡ് കോൺസെൻട്രേഷൻ. അപ്പോൾ നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ നല്ല കോൺസെൻട്രേഷൻ ആയിരിക്കുക, നല്ലപോലെ കോൺഫിഡൻസ് ആയിട്ട്, നല്ല ലെജിബിൾ ആയിട്ട്, നല്ല നീറ്റായിട്ട് മാത്സ് എക്സാം എഴുതുക. അങ്ങനെ ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് മാത്തമാറ്റിക്സ്. അപ്പോൾ നല്ല ഒരു പരീക്ഷ എല്ലാവർക്കും എഴുതാനായിട്ട് സാധിക്കട്ടെ. നല്ല മാർക്ക് നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ പരിപാടി നമുക്ക് വീടുകണം. സൈനിങ് ഔട്ട്.